ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുന്നു. കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ചോദ്യ പേപ്പറുകളിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചോദ്യ പേപ്പർ, അതായത് മുൻ വർഷങ്ങൾ നടന്നിട്ടുള്ള ഇപ്പോൾ സെക്രട്ടേറിയറ്റ്, സബ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നിങ്ങനെ പല എക്സാമുകൾക്ക് നടന്നിട്ടുള്ള മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്ന് 128/2022 എന്ന് പറയുന്ന കോഡിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടന്ന മെയിൻസ് എക്സാമിന്റെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അതിലെ പ്രധാനപ്പെട്ട എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മോണിറ്ററി പോളിസി. പണനയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ, പണനയം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രിലിംസിനും പണനയത്തിനെ പറ്റി ഒരു ചോദ്യം നിങ്ങൾ പലതവണ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ പണനയം, അതുപോലെ തന്നെ RBIയും RBIയുടെ ഫങ്ഷൻസും, റിസർവ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഈ രണ്ട് മേഖലകളും ഇനി പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും നിങ്ങൾ എക്സാമിന് പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ഈ പണനയം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കിയിട്ട് പോകാനുള്ള ഒരു മേഖല അല്ല. പണനയത്തിനകത്താണ് നമ്മൾ CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇൻഫ്ലേഷനെ പറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ആൾക്കാർ, ഇനി അടുത്ത് ബാക്കിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ നോക്കാനുള്ള ഒരു പോർഷൻ മോണിറ്ററി പോളിസി, കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ പറയുന്ന മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ CRRനെ പറ്റിയാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് CRR, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ RBI ഹൈക്ക് CRR. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻഫ്ലേഷൻ സമയത്ത് RBI CRR കുറയ്ക്കുകയും ഡിപ്രഷൻ സമയത്ത് RBI CRR കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനുള്ളതാണ് CRRും SLRും. നമ്മൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ നോക്കിയപ്പോൾ ഒരുപാട് തവണ കടന്നു വന്നതാണ് CRR, SLR എന്നുള്ളത്. നമ്മൾ വേഗത്തിലൊന്ന് പറയാം, അന്ന് കണ്ടിട്ടില്ലാത്തവർ CRR, SLR എന്താണെന്നുള്ളത് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളുടെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. CRR എന്ന് വെച്ചാൽ ക്യാഷ് റിസർവ് റേഷ്യോയാണ് CRR എന്ന് പറയുന്നത്. SLR എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ഒന്നാമത്തെ കരുതൽ ധനാനുപാതവും നിയമപരമായിട്ടുള്ള ലിക്വിഡിറ്റി അനുപാതവും, ഇത് രണ്ടുമാണ് CRRും SLR എന്നും പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെപ്പോലുള്ള വ്യക്തികൾ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ നടത്താറുണ്ട് അല്ലേ, ഡെപ്പോസിറ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം, 100 രൂപ, അതായത് ഒരു ബാങ്കിൽ, ഇപ്പോൾ SBI എന്ന് പറയുന്ന ബാങ്കിൽ മൊത്തം വന്ന ഡെപ്പോസിറ്റ് 100 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ബാങ്കുകൾ ഈ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചിട്ടാണ് വരുന്ന ആൾക്കാർക്ക് ലോണുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. വരുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കുന്നത് ഈ ഡെപ്പോസിറ്റുകൾ വെച്ചിട്ടാണ്. പക്ഷേ ബാങ്കിൽ വരുന്ന മുഴുവൻ ഡെപ്പോസിറ്റുകളും ബാങ്കുകൾ എന്തായിട്ട് കൊടുക്കാറില്ല, ലോണുകളായിട്ട് കൊടുക്കാറില്ല. 100 കോടി ബാങ്കിൽ വന്നാൽ അതിൽ 100 കോടിയും ലോണായിട്ട് കൊടുക്കാറില്ല. ഓക്കെ അല്ലേ? എന്തുകൊണ്ടാണ്? അതിലൊരു നിശ്ചിത ശതമാനം CRRായും SLRായും മാറ്റിവെക്കുന്നത് RBI പറഞ്ഞിട്ടുള്ളതാണ്. കരുതലായിട്ട് മാറ്റിവെക്കും. കാരണം എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിലോ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലോ ഇത്ര എമൗണ്ട് മാറ്റിവെക്കണം, കരുതലായിട്ട് മാറ്റിവെക്കുന്നു. അപ്പോൾ ബാങ്കിൽ വരുന്ന 100 കോടി ഡെപ്പോസിറ്റിൽ ഒരു 20 കോടി CRRും SLRുമായി മാറ്റിവെക്കുന്നു. CRR എന്ന് വെച്ചാൽ ക്യാഷ് റിസർവ് റേഷ്യോ, അത് നമ്മൾ RBIയിലാണ് കൊണ്ട് സൂക്ഷിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ CRR ക്യാഷ് റിസർവ് റേഷ്യോ, ഡെപ്പോസിറ്റിന് ഒരു നിശ്ചിത ശതമാനം RBI പറയും, CRR ഇത്ര % ആണ്, അപ്പോൾ ഡെപ്പോസിറ്റിന് ഇത്ര ശതമാനം RBIയിൽ കാശായിട്ട് സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? കാശായിട്ട് കൊണ്ട് RBI, എനിക്കിപ്പോൾ ഒരു ബാങ്ക് ഉണ്ട്, എൻ്റെ ബാങ്കിൽ 100 കോടി ഡെപ്പോസിറ്റ് വന്നു. ഇപ്പോൾ CRR 5% ആണെങ്കിൽ 100 കോടിയുടെ 5%, 5 കോടി RBIയിൽ ഞാൻ കാശായിട്ട് സൂക്ഷിക്കണം. അതിനെയാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി SLR 15 കോടിയാണ്. ഇപ്പോൾ RBI തന്നെ പറയുന്നുണ്ട് SLR ഇത്ര % ആണ്. ഇപ്പോൾ 15% എന്ന് വെച്ചാൽ 100 കോടിയുടെ 15%, 15 കോടി എന്ത് ചെയ്യണം? SLR ആയി സൂക്ഷിക്കണം. അത് RBIയിലല്ല, സ്വന്തം ബാങ്കിൽ തന്നെയാണ്. എൻ്റെ ബാങ്കിൽ തന്നെ എന്ത് ചെയ്യാം? എനിക്ക് SLR കരുതലായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സൂക്ഷിക്കാം. ഇത് കാശായിട്ട് സൂക്ഷിക്കാം,
ഗോൾഡ് ആയിട്ട് സൂക്ഷിക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് സൂക്ഷിക്കാം. ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഈവൻ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് വേണമെങ്കിൽ എന്ത് സൂക്ഷിക്കാം? ഈ പറയുന്ന SLR സൂക്ഷിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, CRR SLR. CRR ക്യാഷ് റിസർവ് റേഷ്യോ, അത് RBIയിൽ കാശിന്റെ രൂപത്തിൽ സൂക്ഷിക്കുന്നു. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, സ്വന്തം ബാങ്കിൽ ക്യാഷ് ഗോൾഡ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് സൂക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ബാങ്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 20 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? CRR ആയി മാറ്റി വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. CRR ആയി മാറ്റി വെച്ചു. ഓക്കെ അല്ലേ? ഇപ്പൊ CRR കൂട്ടുന്നു എന്ന് വിചാരിക്കുക. CRR ഇപ്പൊ 30 രൂപയാക്കി. അപ്പൊ 100 രൂപയിൽ 20 രൂപ CRR ആയി മാറ്റി വെച്ചാൽ 80 രൂപ മാത്രമല്ലേ ജനങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ? ആണല്ലോ. CRR SLR ആയിട്ട് 20 രൂപ മാറ്റി വെച്ചാൽ ബാക്കി ജനങ്ങൾക്ക് 80 രൂപയിൽ ലോൺ കിട്ടത്തുള്ളൂ. സപ്പോസ് CRR കൂട്ടുന്നു, 30 രൂപയാക്കുന്നു. 100 രൂപയിൽ 30 രൂപ നമ്മൾ CRR ആയി വെക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിലോട്ട് ഇനി 70 രൂപ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ ജനങ്ങളുടെ കയ്യിലോട്ട് വന്ന കാശിന്റെ അളവ് കുറഞ്ഞില്ലേ? ഇനി 40 രൂപയായിട്ട് ആക്കുകയാണെങ്കിലോ ജനങ്ങളുടെ കയ്യിൽ ബാക്കി 60 രൂപയെ വരത്തുള്ളൂ. അപ്പൊ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശ് കുറയും അല്ലേ? അപ്പോൾ CRR കൂട്ടും തോറും ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശിന്റെ അളവ് കുറയുന്നു. CRR കുറച്ചാലോ? CRR കുറച്ചാൽ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, CRR ഇൻക്രീസ് ചെയ്യുമ്പോൾ ജനങ്ങളുടെ കയ്യിലോട്ട്, ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും ചേരുന്നതാണല്ലോ എക്കണോമി, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശ് കുറയുന്നു CRR കൂട്ടുമ്പോൾ. അതേസമയം CRR കുറച്ചാലോ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന കാശ് കൂടുന്നു. മനസ്സിലായല്ലോ? ഇനി ഇവിടുത്തെ ചോദ്യം, ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് CRR. നിങ്ങൾക്കറിയാം ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അല്ലേ? അതായത് പണപ്പെരുപ്പം എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. ഒരുപാട് കാശ് ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും ജനങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വില വീണ്ടും കൂടുന്നു. ഇപ്പം ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ അതുവഴി വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ജനങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് നോക്കി. അതായത് ഇവിടെ ജനങ്ങളുടെ കയ്യിലോട്ട് കാശ് വരുന്നു. ജനങ്ങളുടെ കയ്യിലോട്ട് കാശ് വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു മാർക്കറ്റിൽ. അപ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നു, വീണ്ടും ഇൻഫ്ലേഷൻ കൂടുന്നു. അപ്പോൾ ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശ് കുറയ്ക്കണം. അതിന് നമ്മൾ പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന കാശ് കുറയ്ക്കണമെങ്കിൽ CRR കൂട്ടണം. ഇവിടെ പറയുന്നത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് CRR. ഇൻഫ്ലേഷൻ സമയത്ത് ജനങ്ങളുടെ കയ്യിൽ ഇനി കാശ് എത്തിക്കാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ CRR കൂട്ടുകയല്ലേ വേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ RBI കട്ട് CRR. RBI CRR കുറയ്ക്കുന്നു. ശരിയാണോ? തെറ്റാണ്. ഇനി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിപ്രഷൻ, അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ്, ജനങ്ങളുടെ കയ്യിലൊന്നും കാശില്ലാത്ത അവസ്ഥ ഡിപ്രഷൻ സ്റ്റേജ് ആണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തിക്കണം. അപ്പൊ CRR കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നു RBI ഹൈക്ക് CRR, RBI CRR കൂട്ടുന്നു എന്ന്. രണ്ടും തെറ്റല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വരാനുള്ളത്. ആണല്ലോ? ഇൻഫ്ലേഷൻ സമയത്ത് CRR കൂട്ടുന്നു, ഡിഫ്ലേഷൻ സമയത്ത് CRR കുറയ്ക്കുന്നു. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നൈദർ 1 nor 2 ആർ കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ നമുക്കിവിടെ ചെയ്യാവുന്നതല്ലേ? എന്താണ് CRR, എന്താണ് SLR, എന്താണ് റിപ്പോ, റിവേഴ്സ് റിപ്പോ തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ 12th ലെവലിൽ മാക്രോ എക്കണോമിക്സിന്റെ ഈ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഉൾപ്പെടുത്താൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നിങ്ങളുടേതായുള്ള രീതിയിൽ കണ്ടെത്തി പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന മോണിറ്ററി പോളിസി, പണനയം ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ചോദ്യം, ഇൻ ഇന്ത്യ വിമൻ കമ്പോണന്റ് പ്ലാൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് വിച്ച് 5-year പ്ലാൻ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ 5-year പ്ലാൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കണ്ടു, മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറിൽ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻസ്. അപ്പോൾ 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വിമൻ കമ്പോണന്റ് പ്ലാൻ. വിമൻ കമ്പോണന്റ് പ്ലാൻ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പദ്ധതികൾ അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ വന്നിട്ടുള്ള പ്ലാൻ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ചോദ്യമാണ്. ആക്ച്വലി എന്താണ് വിമൻ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്നത്? വിമൻ കമ്പോണന്റ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്ലാനിങ്, ആസൂത്രണം, പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത്
സ്കീമുകളും പോളിസിയൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള പദ്ധതി, അതായത് ചില പദ്ധതികൾ സ്ത്രീകൾക്ക് ഗുണം ലഭ്യമാകുന്ന, ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്ന പദ്ധതികളുണ്ട് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നു, കൂടുതൽ ഫണ്ട് മാറ്റിവെക്കുന്നു. കാരണം സ്ത്രീകൾക്കും കൂടെ പ്ലാനിങ്ങിന്റെ ഗുണം ലഭ്യമാക്കുക. അതിനുവേണ്ടി അത്തരത്തിൽ മാറ്റിവെക്കുന്ന പൈസ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിമൻ കമ്പോണന്റ് പ്ലാൻ എന്നുള്ളത്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പ്ലാൻ തയ്യാറാക്കുന്നു എന്നല്ല. നമ്മുടെ 5 ഇയർ പ്ലാനിനകത്ത് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള, സ്ത്രീകൾക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ കാശ് മാറ്റി വെക്കുന്നു. അതാണ് വിമൻ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആക്ച്വലി 7th പ്ലാനിന്റെ സമയത്ത്, ആദ്യമായിട്ട് കൊണ്ടുവരുന്നതല്ല, ആദ്യമായിട്ടൊരു ചിന്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു തോട്ട് ഉണ്ടാകുന്നത് 7th 5 ഇയർ പ്ലാനിന്റെ സമയത്താണ്. ഈ ഒരു വിമൻ കമ്പോണന്റ് പ്ലാനിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകുന്നത്, ചർച്ചകൾ ഉണ്ടാകുന്ന 7th 5 ഇയർ പ്ലാനിന്റെ സമയത്താണെങ്കിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഔദ്യോഗികമായിട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. അപ്പൊ 9th 5 ഇയർ പ്ലാൻ, 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് വിമൻ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ആശയം എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന 5 ഇയർ പ്ലാൻസിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ SCERTസും NCERTസും വായിച്ച് നമുക്ക് കിട്ടും. അതുകൂടാതെ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്ലാൻ ഡോക്യുമെന്റ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടു നോക്കുക. അധികം വൈകാതെ എക്സാമിന് മുന്നേ തന്നെ എല്ലാ വീഡിയോസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സമയം തരും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ് പറയുന്നത്, വിമൻ കമ്പോണന്റ് പ്ലാനിന്റെ ചിന്ത ആദ്യമായിട്ടൊരു തോട്ട് വരുന്ന, ചർച്ചകൾ വരുന്ന 7th ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന 9th 5 ഇയർ പ്ലാനിലാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കാനുള്ളത്, ഈ ഒരു വിമൻ കമ്പോണന്റ് പ്ലാൻ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത്. ജെൻഡർ ബജറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം ബജറ്റ് സെപ്പറേറ്റ്, ജെൻഡർ ബജറ്റിംഗ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബജറ്റ് എന്നല്ല, ഇവിടെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബജറ്റ് എന്നല്ല, പകരം നമ്മുടെ ഈ ഒരു ബജറ്റിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സ്കീമുകൾക്ക് എന്തുമാത്രം കാശ് മാറ്റി വെച്ചിരിക്കുന്നു. ബജറ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷത്തേക്കുള്ള ചിലവുകളല്ലേ, ആ ചിലവിൽ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള പദ്ധതികൾക്ക് എന്തുമാത്രം കാശ് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിമൻ കമ്പോണന്റ് പ്ലാൻ ജെൻഡർ ബജറ്റിംഗിന്റെ ആദ്യത്തെ ഒരു ഘട്ടമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ 5 ഇയർ പ്ലാൻസ് നല്ല വൃത്തിക്ക് നോക്കി പോവുക. കാരണം 5 ഇയർ പ്ലാൻസിൽ 1, 2, 3, 5 അതുപോലെ തന്നെ എന്താണ് 7, 10, 11, 12 എല്ലാം വളരെ പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികളാണ്. നമുക്ക് വൈകാതെ തന്നെ അതിന്റെ ഒരു ക്ലാസ് ബേസിക് SCERTയുടെ 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ മറ്റ് ക്ലാസ്സുകൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. താഴെ പറയുന്നതെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ്. താഴെ പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ, നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ പറയുന്നത്. IADP and IAAP are 2 programs in implementing green revolution in India. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന 2 പ്രോഗ്രാമുകളാണ് IAAPയും IADP എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് IAAPയും IADPയും? ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന 2 പ്രോഗ്രാമുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, നോർമൻ ബോർലാഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവെന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നു. ആക്ച്വലി ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും 2 തെറ്റുമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ IADP ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. അപ്പോൾ ഒന്നാമത്തെ IADP എന്ന് വെച്ചാൽ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നുള്ളതാണ് IADP എന്ന് പറയുന്നത്, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും. മറ്റൊന്ന് IAAP എന്ന് പറയുന്നത് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. ഓക്കെ. അപ്പൊ ഇത് രണ്ടും തന്നെ ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി, ആക്ച്വലി ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്നോണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ 2 പദ്ധതികളാണ് IADPയും IAAPയും. ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമും ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ഇതിനെ ഒരു പാക്കേജ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ കൃഷിയുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. പാക്കേജ് പ്രോഗ്രാം എന്ന് പറയാൻ കാരണം അതിനകത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സീഡ്സ്,
സീഡ് കൊണ്ടുവരുന്നുണ്ട്, സീഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റി, ദെൻ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, ക്രെഡിറ്റ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഒരു പാക്കേജ് അടിസ്ഥാനത്തിൽ 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇത് പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന ഇന്ത്യയിൽ. അപ്പോൾ ഇതൊരു പാക്കേജ് പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പാക്കേജ് ആയിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഹോൾ പാക്കേജ് ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് അത്യാവശ്യം ചിലവേറിയൊരു പ്രോഗ്രാം ആയിരുന്നു. കാരണം ഒരു പാക്കേജാണ്, സീഡ്, ഇറിഗേഷൻ, ഫെർട്ടിലൈസേഴ്സ്, ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സക്സസ്ഫുൾ ആയിരുന്നു. ഈ ഒരു പ്രോഗ്രാം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതേ ഒരു മാതൃകയിൽ ചിലവ് കുറച്ച് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. ആദ്യത്തേത് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഡിസ്ട്രിക്ട് മൊത്തം കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ രണ്ടാമത്തെ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഡിസ്ട്രിക്റ്റിലെ 150ഓളം തിരഞ്ഞെടുക്കപ്പെട്ട ഡിസ്ട്രിക്റ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിലാണ് ഏരിയ, കണ്ടല്ലോ, ആദ്യം ഡിസ്ട്രിക്റ്റും രണ്ടാമത് ഏരിയയും, തിരഞ്ഞെടുക്കപ്പെട്ട 150ഓളം ഡിസ്ട്രിക്റ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിലാണ് ചെയ്യുന്നത്, സെലക്ടഡ് ബ്ലോക്സിലാണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം നടപ്പിലാക്കിയത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞതാണ്. ചിലവ് മറ്റേ ഏതാണ്, IADPനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് IAAP ചിലവ് കുറഞ്ഞൊരു പരിപാടിയായിരുന്നു. മാത്രമല്ല ഇത് വന്നതോടുകൂടി ഇന്ത്യയിൽ ഏകദേശം 20 മുതൽ 25% കൾട്ടിവേറ്റഡ് ഏരിയ, അതായത് അഗ്രികൾച്ചർ ലാൻഡ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ കവർ ആകുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏകദേശം 20 to 25% ഓഫ് ദ കൾട്ടിവേറ്റഡ് ഏരിയ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ കവർ ആകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. IADPയും IAAPയും ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രോഗ്രാമാണ്. മറ്റൊരു പ്രോഗ്രാം ഉണ്ട് ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം, HYVP. ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം എന്ന് വെച്ചാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊടുക്കുക. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം, HYVP പ്രോഗ്രാം എന്ന് പറയുന്നത്, ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം. മറ്റൊന്നെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോഗ്രാം, IVLP, ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോഗ്രാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലേജ് ലിങ്കേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നോളജി, അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് ഫാമേഴ്സിന് കൊടുക്കുക. കാരണം ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കണമെങ്കിൽ മോഡേണൈസേഷൻ കൊണ്ടുവരണമല്ലോ. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് അറിയാം, ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് വെച്ചാൽ എന്താണ്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും, അതായത് രാസവളങ്ങളും കീടനാശിനികളും, അതുപോലെ തന്നെ ഇറിഗേഷൻ, ജലസേചനം, അതിനൊപ്പം തന്നെ മോഡേൺ മെഷീനറി, ആധുനിക യന്ത്രങ്ങൾ, ഇത് 4 ഉപയോഗിച്ചിട്ട് കാർഷിക മേഖലയുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മോഡേൺ മെഷീനറീസ് വേണം, ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡും വേണം. അപ്പൊ ഇതെല്ലാം തന്നെ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമുകളാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നറിയാം. IADPയും IAAPയും ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പദ്ധതികളാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കുന്നത് നോർമൻ ബോർലാഗ് ആണ് ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആണോ? നോർമൻ ബോർലാഗ് ആണോ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്? അല്ല. പക്ഷെ നോർമൻ ബോർലാഗിന് ഗ്രീൻ റവല്യൂഷനായിട്ട് ബന്ധമുണ്ട്. നോർമൻ ബോർലാഗ് ഇസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടേം വന്നില്ലെങ്കിൽ ശരിയാണ്. കാരണം നോർമൻ ബോർലാഗ് എന്ന് പറയുന്ന USA കാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മെക്സിക്കോയിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഗ്രീൻ റവല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ബോർലാഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അത് MS സ്വാമിനാഥനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇവിടുത്തെ ആൻസർ നോർമൻ ബോർലാഗ് അല്ല, പകരം MS സ്വാമിനാഥൻ. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചായിരുന്നു, മരണപ്പെട്ട് നിങ്ങൾ ആ വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഗ്രീൻ റവല്യൂഷനെ പറ്റിയൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ അല്ലേ? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A ഓൺലി ഈസ് കറക്റ്റ്. ഇനി വേറൊരു കാര്യം, ഗ്രീൻ റവല്യൂഷന് പിന്നിൽ പ്രവർത്തിച്ച 3 ആൾക്കാർ. അപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിക്കാം, നോർമൻ ബോർലാഗ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് സ്വാമിനാഥനുമായി ചേർന്ന് നോർമൻ ബോർലാഗ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പിതാവ്, ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലാഗ് അല്ല, MS സ്വാമിനാഥനാണ്.
സ്വാമിനാഥനാണ്. പക്ഷെ നോർമൻ ബോർലാഗ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായി സ്വാമിനാഥനുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി വേറൊരാളും കൂടെ ഉണ്ടല്ലോ, ആരാണ്? സി സുബ്രഹ്മണ്യം. സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്നു, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. അപ്പൊ സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നു, സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ, കാർഷിക വകുപ്പ് മന്ത്രി. അദ്ദേഹവും ഗ്രീൻ റവല്യൂഷന്റെ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ എം.എസ്. സ്വാമിനാഥൻ, സി സുബ്രഹ്മണ്യം, നോർമൻ ബോർലാഗ്, ഇവർ മൂന്നുപേരും ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. നോർമൻ ബോർലാഗും എം.എസ്. സ്വാമിനാഥനും അഗ്രികൾച്ചർ സയന്റിസ്റ്റ് ആണ്. സി സുബ്രഹ്മണ്യം കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ഓൺലി ഈസ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, The 122nd Constitutional Amendment Bill in India is related to the introduction of which of the following? 122ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ത്യയിൽ ഏത് സാധനം നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്? നമുക്ക് ആർക്കും ഡൗട്ടില്ല. പക്ഷെ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. GST 101 അല്ലേ? GST 101ാം ഭരണഘടനാ ഭേദഗതി നിയമമല്ലേ? ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 122ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണ്. ഇവിടുത്തെ ആൻസർ GST തന്നെയാണ്. എന്താണ് പ്രത്യേകത? ബില്ലും ആക്റ്റും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി GST ആണ്. GST ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 101ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 101ാം ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ്. അതായത് 101ാമത്തെ തവണ ഭരണഘടന ഭേദഗതി ചെയ്ത് നിയമം പാസ്സാക്കിയപ്പോൾ GST നിലവിൽ വന്നു. പക്ഷെ അത് ഏത് ബില്ലാ? 122ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണ്. കാരണം നമുക്കറിയാം എല്ലാ ബില്ലുകളും ബില്ല് പാസ്സായാലേ ആക്ട് ആവും. ബില്ല് പാസ്സായി പ്രസിഡന്റ് ഒപ്പിട്ടാലേ ആക്ട് ആവത്തുള്ളൂ. അപ്പോൾ ഒരു ബില്ല് പാസ്സായി അത് അവതരിപ്പിച്ച് പാസ്സായില്ലെങ്കിൽ അടുത്ത ബില്ലിന് രണ്ടാമത്തെ നമ്പർ ബില്ലെന്നിടുന്നു. ഒന്നാമത്തെ ബില്ല് അവതരിപ്പിച്ചു, അത് ലോക്സഭയിൽ പാസ്സായില്ല, അപ്പോൾ അത് ലാപ്സ് ആവും. അടുത്ത ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് രണ്ടാമത്തെ ബില്ലാണ്, പക്ഷെ അത് പാസ്സായാൽ ഒന്നാമത്തെ ആക്ട് ആണല്ലേ. അപ്പൊ ബില്ലിന്റെ എണ്ണം കൂടുതലാണ്. 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലും 101ാം ഭരണഘടനാ ഭേദഗതി നിയമം ആക്ടും ആണ്. അപ്പൊ ഇവിടെ 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് GST ആണ്. അപ്പൊ ഇന്ത്യയിൽ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നിലവിൽ വന്നത് 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് GST. ഇനി GST ബില്ല് വന്ന സമയത്ത് അല്ലെങ്കിൽ GST ഭരണഘടനാ ഭേദഗതി നടത്തിയപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരത്തിനെ ബാധിച്ചു. കാരണം ഇത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പൊ സംസ്ഥാനങ്ങളുടെ അധികാരത്തിനെ ബാധിച്ചപ്പോൾ പകുതിയോളം സംസ്ഥാനങ്ങൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു അമെൻമെന്റ് നിലവിൽ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഈ GSTനെ അനുകൂലിച്ച് ആദ്യമായിട്ട് വോട്ട് ചെയ്ത സംസ്ഥാനം ആസാമാണ് കേട്ടോ. ഈ GST ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആദ്യത്തെ സംസ്ഥാനം, റാറ്റിഫൈ ചെയ്യുക, ആ നിയമസഭയിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചോദ്യ പേപ്പർ ഡിഗ്രി ലെവൽ മെയിൻസ് ക്വസ്റ്റ്യൻസിനകത്തുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കാനുള്ളത്, ഇനി നിങ്ങൾ മോണിറ്ററി പോളിസി, പ്ലാനിങ്, ഗ്രീൻ റവല്യൂഷൻ നോക്കിയിരിക്കുക. സ്വാമിനാഥൻ മരണപ്പെട്ടു അദ്ദേഹം. ദെൻ അതുപോലെ GSTയിൽ നിന്ന് സിമ്പിൾ, ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസും ചോദിക്കാം, കുറച്ച് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതുകൊണ്ട് ഡെപ്തിൽ തന്നെ നോക്കുക. നമ്മൾ വരുന്ന ദിവസങ്ങൾ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മാത്രമേ നോക്കാനുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ അതായത് നമ്മൾ 2 ദിവസം, ഒരു വീക്കിൽ 2 ദിവസമായിരിക്കും മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുക. 3 ദിവസം നമ്മൾ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്നതിൻ്റെ അടുത്ത ദിവസമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.